എന്തായാലും അവള് വീടെടുക്കുമെന്ന് എനിക്ക് ഉറപ്പായി. ചേച്ചി ചേച്ചി അവാർഡ് സ്വാധീനിച്ച് സംഘടിപ്പിച്ചെന്ന് പറയുന്നത് ആര് ആര് പറഞ്ഞത്? ആഹാ, ഒന്ന് ചോദിച്ചിട്ട് എന്നെ ബാക്കി കാര്യം അവരെ പോവാൻ പറഞ്ഞു. അവര് പണ്ടേ പൊങ്ങച്ചക്കാരിയല്ലേ. ഇവിടെ വീടെടുക്കാൻ വന്നപ്പോ സാവിത്രി ചേച്ചിയുടെ അടുത്ത് എന്താണ് പറഞ്ഞത്? ഏത് കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്നു? അത് പറയാൻ മറന്നുപോയി. ആഗ്രോ ഡെവലപ്മെന്റ് കോർപ്പറേഷനില്. എന്താ? അല്ല, ആഗ്രോ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ MD. എന്താ പുള്ളിക്കാരന് ജോലി അവിടെ അല്ലേ? എവിടെ? കൃഷിക്കാരനാ. സ്വന്തം പറമ്പിൽ കൃഷി ചെയ്തിരുന്ന പാവം കൃഷിക്കാരൻ. എന്നോട് മത്സരിക്കാൻ വേണ്ടിയാ ആ നാട്ടുംപുറത്ത് നിന്ന് ഇങ്ങോട്ട് വരാൻ അവൾ പാവം ഭർത്താവിനെ പ്രേരിപ്പിച്ച്. ഇവിടെ വീട് കാണാൻ വന്നപ്പോ ഉണ്ടായിരുന്ന കാറൊക്കെ വാടകയ്ക്ക് എടുത്തതാ. ഷോ ആയിരുന്നു, ഷോ. അവളും അനിയൻ പത്മകുമാറും കൂടി ഭർത്താവ് വിശ്വനാഥിനെ ഇടം വലം വിടാതെ നിർബന്ധിച്ചു. അതെ, ഇവിടെ ഈ ഭൂസ്വത്വം കെട്ടിപ്പിടിച്ചിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. ഇതൊരു ജീവിതമല്ല. ഏതായാലും നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്റെ അഭിപ്രായം ഞാൻ പറയാം. ആർക്ക് എവിടെ വേണമെങ്കിലും പോകാം, പക്ഷെ ഞാൻ ഒരിടത്തോട്ട്. ഇത്രയും കിടന്ന് സംസാരിച്ചിട്ടും ഈ മനുഷ്യൻ കിട്ടിയടാ. തൂണ് കിട്ടി. ഈ തൂണ് മതി, ഈ തൂണ് മതി. ഞാൻ എന്റെ തലമണ്ട അടിച്ച് പൊട്ടിക്കാൻ പോവാ. എനിക്കിനി തലമണ്ട വേണ്ട. വേണ്ടടാ, വേണ്ട. എന്റെ ചേട്ടൻ എന്റെ തല വേണ്ടെങ്കിൽ മനുഷ്യന്റെ ക്ഷമയ്ക്ക് അതിലുണ്ട് കേട്ടോ. വിട്ടെ, ഇങ്ങോട്ട് മാറിക്കേ. എന്റെ ചേട്ടാ, അവസാനമെങ്കിലും ചേട്ടൻ എന്റെ വേദന മനസ്സിലാക്കിയല്ലോ. അതെ, ഞാൻ ഇങ്ങനെയാ, കൊലാന്ന് ഓരോന്നൊക്കെ പറയും. പക്ഷെ ചേട്ടനെ കാണുമ്പോ ഞാൻ എല്ലാം മറക്കും. പറഞ്ഞ് അദ്ദേഹത്തിനെ നിർബന്ധിച്ച് ടൗണിലേക്ക് വരാൻ സമ്മതിപ്പിച്ചു. അങ്ങനെ അവരിവിടെ ആ വീട്ടിൽ വന്നു. കാറിന് ഇത്രയും വീതി ഉണ്ടാവും. അപ്പം ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇടത്തെ ടയർ ഇതുവഴിയായിരിക്കും. അപ്പം ഇങ്ങനെ വരുമ്പം ഇത് കിടക്കട്ടെ. വലത്തെ ടയർ ഏകദേശം ഇത്രയും നീളത്തിൽ അകലത്തിൽ ഇവിടെ. ടയർ പൊട്ടുമ്പോ എനിക്ക് കൈ കെട്ടിച്ചിരിക്കണം. അയ്യോ, ഇതിപ്പം ഒരിടത്തും കൊള്ളാതിരിക്കണ്ട. ഇവിടെ അവിടെ കിടക്കട്ടെ. നേരത്തെ വരുവാണല്ലോ. ഭഗവാനെ ഒന്നും വരുത്തല്ലേ. കുഞ്ഞിഷ്ണ, അയ്യോ, വിഷു കഴിഞ്ഞിട്ടും പടക്കം പൊട്ടി തീർന്നില്ലയോ? എന്താ? അതോടെ മത്സരം ആരംഭിച്ചു. യുദ്ധം, തുറന്ന യുദ്ധം. അവളോട് വെല്ലുവിളിക്കാൻ എനിക്ക് കാർ എടുക്കാൻ ആഗ്രഹം തോന്നി. പക്ഷേ കാശില്ല.
ലോൺ ചോദിച്ച് ബാങ്കിൽ ചെന്നു. നിങ്ങൾ കാര്യം പറയൂ. എനിക്കൊരു ലോൺ വേണം. ഓക്കെ, എന്തിനു വേണ്ടിയാ ലോൺ? കാർ വാങ്ങിക്കാൻ. ഞങ്ങൾക്ക് കാർ ലോൺ സ്കീം ഉണ്ട്. സോഴ്സ് ഓഫ് ഇൻകം, വരുമാന മാർഗം. ഞാൻ ഹൗസ് വൈഫാ, ഭർത്താവ് UD ക്ലർക്ക്. അപ്പോ ശമ്പളം അല്പം കുറവായിരിക്കുമല്ലോ. അയ്യോ, വെറും ക്ലർക്കല്ല, UD ക്ലർക്ക്. ആ, നിങ്ങളൊരു കാര്യം ചെയ്യൂ. ഭർത്താവിന്റെ ഇൻകം സർട്ടിഫിക്കറ്റ്, 2 ജാമ്യക്കാര്, പിന്നെ ജാമ്യക്കാർക്ക് ടേക്ക് ഹോം സാലറി 7500 രൂപയെങ്കിലും വേണം. അയ്യോ സാർ, ഇത്രയൊക്കെ സംഘടിപ്പിക്കുക അത് ബുദ്ധിമുട്ടാ സാർ. ചെക്ക് തരാം. ചെക്ക് വാങ്ങിയിട്ട്. ഓരോ സ്ഥാപനത്തിനും ഓരോ രീതിയുണ്ട്. ചെക്ക് പോലും വാങ്ങാതെ ലോൺ കൊടുക്കുന്നവരുണ്ട്. ഇതൊരു ഗവൺമെന്റ് സ്ഥാപനമാണ്, അതിന് അതിൻ്റെതായ രീതികളുണ്ട്. ഞങ്ങളായിട്ട് താമസമൊന്നും വരത്തില്ല. അല്ല, ജാമ്യക്കാരൊന്നും ഇല്ലാതെ. സോറി. ഇതൊരു ഗവൺമെന്റ് സ്ഥാപനമല്ലേ? ഞാൻ കൂടി തെരഞ്ഞെടുത്തവരല്ലേ ഗവൺമെന്റ്. അപ്പൊ പിന്നെ ബാങ്കിന്റെ കാര്യത്തിൽ എനിക്കും ഇല്ല ഇത്തിരി അവകാശങ്ങൾ. നിങ്ങളോട് സംസാരിച്ച് കളയാൻ സമയമില്ല. കാണില്ല, സമയം കാണില്ല. 1 കോടി രൂപ ലോൺ എടുക്കുന്നവർക്ക് ബാങ്കിൽ പോലും വരണ്ട, അങ്ങോട്ട് കൊണ്ട് കൊടുക്കും. തിരിച്ചടച്ചില്ലെങ്കിൽ എഴുതി തള്ളും. പക്ഷെ ലീലാവതിമാർക്ക് ഒരു കാർ എടുക്കാൻ, ഒരു 800cc കാർ എടുക്കാൻ വരുമ്പോ ജാമ്യം, സർട്ടിഫിക്കറ്റ്, ആധാരം, തഹസീൽദാരുടെ പത്രം. നിങ്ങൾ പുറത്തു പോണം. ഞാൻ ഹൃദയം പൊട്ടി പറയാ, ഈ നാട്ടിൽ ഒരു കാലത്തും സോഷ്യലിസം വരില്ല. കാർ വാങ്ങാൻ ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് കാർ വാങ്ങാൻ സാഹചര്യമില്ല. അപ്പൊ പിന്നെ എങ്ങനെ സോഷ്യലിസം വരും? വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ ഈ ബാങ്കിനെതിരെ ക്ഷുദ്രം. ലോൺ എടുത്ത് ആരും തിരിച്ചടയ്ക്കാതിരിക്കാൻ വേണ്ടി. മോളിരുന്ന് ദേവി ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക സാറ്, അതാരും മറന്നു പോരുത്. സാറേ, ഞാൻ അവസാനമായിട്ട് ചോദിക്കണ്ട. എങ്ങനെ ചോദിക്കണ്ടെന്നോ? ഇങ്ങോട്ട് നോക്കിയേ, ഞാനൊരു ഇന്ത്യൻ പൗരി. ആഹാ, ചോദിക്കാൻ എനിക്ക് അവകാശമുണ്ട്. ഉത്തരം പറയുന്നത് പോലീസായിരിക്കും. ആഹാ, ലീലാവതി പേടിപ്പിക്കല്ലേ. നിങ്ങൾ പറയും പോലെ ചെയ്യാനേ പോലീസ് നിങ്ങൾ തറവാട് സ്വത്തൊന്നുമല്ല. ഗവൺമെന്റ് വകയാ പോലീസ്, ഗവൺമെന്റ് വക. തൽക്കാലം ഞാൻ പോവാ. എന്റെ ഇങ്ങനൊരു ബാങ്ക് ഞാൻ കണ്ടിട്ടില്ലേ. എന്റെ ഈശ്വരാ, ഇങ്ങനൊരു മാനേജറെ ഞാൻ കണ്ടിട്ടില്ലേ. നരേട്ടന്റെ ഓഫീസിൽ നിന്നും കുറച്ച് കാശേ കിട്ടിയുള്ളൂ. അങ്ങനെയാണ് മറിയച്ചേട്ടത്തിയെ കാണാൻ തീരുമാനിച്ചത്. ആരാ മറിയച്ചേട്ടത്തി? ഫിനാൻസിംഗ് കമ്പനി നടത്തുന്ന മറിയച്ചേട്ടത്തി സത്യസന്ധയാ, പക്ഷേ കാശ് മുടക്കം വരുത്തിയ വിടത്തിൽ. നിന്റെ വാക്കിൽ നീ ഉറച്ചു നിൽക്കൂ, അപ്പോൾ നിന്റെ മനസ്സ് നിന്നിൽ നിന്നും വിട്ടുപോകുന്നില്ല. വാഗ്ദാനം ചെയ്ത കാര്യം സാധിപ്പാൻ ശ്രമിക്കാത്തവനോ നരക ജീവിതത്തിന് അർഹനത്രേ. അങ്ങനെയാ പ്രമാണം. എടാ ദിവാകര, പണം പലിശയ്ക്ക് കൊടുക്കുന്നവര് കാശ് വാങ്ങിച്ചെടുക്കേണ്ട രീതികൾ മനസ്സിലാക്കിയിട്ടാ കാശ് കൊടുക്കേണ്ട രീതികൾ പഠിക്കുന്നത്. ഒരു മനുഷ്യന്റെ വ്യക്തിത്വം അളക്കുന്നത് അവന്റെ വാക്കിൽ നിന്നാണടാ. ചായോ, ഈ വണ്ടിയുടെ പുറകെ നമ്മുടെ വണ്ടി എടുത്തോണ്ടങ്ങ് പോരെ. എന്റെ തടാ വായി നോക്കി നിൽക്കുന്നു, ഈ വണ്ടിയിലോട്ടൊക്കെ കേറാന്. കാശ് തരില്ലെന്ന് ആദ്യം പറഞ്ഞെങ്കിലും പിന്നെ മനസ്സലിഞ്ഞു. കാശ് തന്നു. അതോടെ ഞങ്ങൾ തമ്മിൽ ഒരു കാറ് മത്സരം തുടങ്ങി. കാർ മത്സരം മാത്രമല്ല, മറ്റു പല മത്സരങ്ങളെയും തുടക്കമായിരുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ. അന്തസ് വിട്ടൊരു യുദ്ധം സതി നടത്താറില്ല, നേരിട്ട് പൊരുതും. യുദ്ധം ജയിക്കാൻ തറ വേലകളൊന്നും നടത്താറില്ല ഈ സതി. അത് ഞാൻ അംഗീകരിക്കുന്നു. ശത്രുവാണെങ്കിലും ചെയ്യുന്നത് നല്ലതാണെങ്കിൽ അത് അഭിനന്ദിക്കും. പക്ഷേ എന്റെ നരേട്ടനെ സംശയിപ്പിക്കാൻ എത്രയൊക്കെ യുദ്ധം നടത്തിയാലും അതിൽ ജയിക്കാനൊന്നും പോണില്ല. അതുകൊണ്ട് തന്നെയാ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും ഞാൻ നരേട്ടനെ അറിയിക്കാത്ത. ഞാനൊരു ഔദാര്യം കാണിച്ചു എന്ന് വെച്ച് ഈ ജന്മത്ത് തമ്മിലടുക്കാനൊന്നും പോകുന്നില്ല. ഞാൻ ഈ ജന്മത്തിലല്ല, അടുത്ത ജന്മത്തിൽ. 100 വട്ടം ജനിച്ചാലും ഈ സതി എടുക്കത്തില്ല. 1000 വട്ടം ജനിച്ചാലും. 10,000 ജന്മം, 1 ലക്ഷം, 10 ലക്ഷം, 1 കോടി, 10 കോടി. എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാ ഞാൻ രാവിലെ മുതൽ ഇതിനകത്ത് 24 മണിക്കൂർ എന്നെ പേടിച്ച് നിന്നെ ഇതിനകത്ത് കിടത്താൻ പറ്റിയല്ലോ. ഗുഡ് മോർണിംഗ്. ഞാൻ ലീലാവതി സാർ. ഓ, മറിയച്ചേട്ടത്തി എന്റെ അമ്മ ചെയ്തെല്ലാം പൊളിച്ചടുക്കുമല്ലോ. എന്റെ കാല് സാർ ഇത് കണ്ട ഈ കസേര വലിച്ചു നീക്കിട്ട് എന്നെ താഴെ തള്ളിയിട്ട് സാർ. ഇവരെ സസ്പെൻഡ് ചെയ്യണം സാർ, ഇവരെ സസ്പെൻഡ് ചെയ്യണം.
നിങ്ങളാണോ കസേര അയ്യോ വലിച്ചിട്ടത്? സാർ, എന്റെ മമ്മിയാണ്, എന്റെ ഡാഡിയാണ്, എന്റെ ഈ ഐസിനാണ്, എന്റെ ഈ ഫ്ലോർ ദേവിയാണ്. ഈ ഓഫീസ് സത്യമായിട്ട് ഞാൻ അറിഞ്ഞ പോലും ഇല്ലേ സാർ? ഞാൻ അറിഞ്ഞില്ല. നിലവിളി പോലെ കേട്ടല്ലോ. എന്താ 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 ഷൂക്സി, നീ അകത്ത് പോ. എന്റെ വിശ്വേട്ടൻ ഇത് കാണുമ്പോ എന്ത് സന്തോഷമാണെന്നറിയോ? നന്ദിയുണ്ടടാ പപ്പ, നന്ദിയുണ്ട്. നിന്നെ പോലൊരു അനിയനെ കിട്ടിയത് മഹാഭാഗ്യമാണ് മോനെ, മഹാഭാഗ്യം. അല്ല, ഒരു നിലവിളി. അത് സന്തോഷം കൊണ്ട്, സന്തോഷം കൊണ്ട്. ചില അയൽക്കാർക്ക് എന്നോട് അസൂയ ഉണ്ടാവും. ശകുന്തളെ വരൂ, നമുക്ക് ഒരുപാട് ജോലിയുണ്ട്. വരൂ വരൂ. അതെ 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 ദാ നോക്കൂ, ഞാൻ സതി തല്ലുന്നു. സതി അത് ചിരിച്ചുകൊണ്ട് കൊള്ളുന്നു. അതെ, ഞാനിതാ ലീലാവതിയെ തിരിച്ചൊരു അടി കൊടുക്കുന്നു. കണ്ടാ? ഞാൻ ശക്തിയായിട്ട് ഇരിക്കുന്നു. അയ്യോ അമ്മാവന്റെ ഞാനിതാ ഇങ്ങനെ ഒഴിഞ്ഞു ക്രിക്കറ്റ് തർക്കത്തിന്റെ കൂടെ കലയാ. തർക്കിച്ച് ജയിക്കാൻ ആരെയും ഞാൻ സമ്മതിക്കത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും ശരി, ജയസൂര്യയുടെ മിടുക്കൻ 6-7 ജന്മം ജനിച്ചാലും കിട്ടില്ലേ? ആ അപ്പോ ഈ തല്ല് ഇനി എത്ര കാലം കൂടി നീണ്ടു നിൽക്കും? അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന തരാൻ പറ്റുമോ? ഈ ഒരു വഴക്കും ബഹളവും തമ്മിത്തല്ലും ഒക്കെ ഞങ്ങൾക്കൊരു രസാ. ഇതാ ഞങ്ങൾ ഓരോ ദിവസം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതങ്ങനെ നീണ്ടു പോകും. അതെ, ഒരു കാര്യം കൂടെ. പറഞ്ഞോളൂ. സതി ഇല്ലാതെ ലീലാവതിയും ഇല്ല, ലീലാവതി ഇല്ലാതെ സതിയും ഇല്ല. ശോ, സത്യം.